എൻ്റെ ആത്മീയ യാത്രയിൽ ഞാൻ കണ്ടുമുട്ടിയ ഏതാനും ചിതറിയ ചിന്തകൾ പങ്കുവയ്ക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഹോ, എന്തൊരിരുട്ട്! ഒരു മിന്നാമിന്നി പോലും മിന്നുന്നില്ലല്ലോ. എല്ലാവർക്കും എന്തു പറ്റി? ലോകം അവസാനിച്ചോ? എങ്ങും ശ്മശാന നിശബ്ദത മാത്രം. അവിടെ ഞാനല്ലാതെ ആരുമില്ലേ? ദൈവമേ, ഇതെന്തൊരു പ്രതിഭാസം! ഞാനാകെ അസ്വസ്ഥനാണ്. ഒന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഇനിയിത് നരകം മാറ്റിയാണോ? എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ എന്തു പറ്റി? അതോ ഞാൻ മരിച്ചുപോയോ? ഇത്തിരി വെളിച്ചമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുപോയി. എൻ്റെ അമ്മ, ഇതാ ഉയർന്നു വരുന്നു 10,000 സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചുയർന്നു വരുന്നത് പോലെ. ഇതെന്ത് മറിമായും? അതോ ഞാൻ സൂര്യനിൽ ചെന്ന് വീണതോ? എൻ്റെ ദൈവമേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇതാണോ സ്വർഗം? പക്ഷെ അവിടെ മാലാഖമാരൊക്കെ ഉണ്ടാകുമെന്നാണല്ലോ ഞാൻ കേട്ടിരിക്കുന്നത്. ഇവിടെ അങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ. ആരോടാണ് ഇതൊക്കെ ഒന്ന് ചോദിക്കുക? ആരാ എന്നെ വിളിച്ചത്? എൻ്റെ പേരറിയാവുന്ന, എന്നെ അറിയാവുന്ന ആരാണ് ഇവിടെ ഉള്ളത്? എന്ത് മൃദുസ്വരമായിരുന്നു! എൻ്റെ അപ്പനും അമ്മയും പോലും എൻ്റെ ജീവിതകാലത്ത് ഇത്രയും സൗമ്യമായും സ്നേഹമായും വിളിച്ചിട്ടില്ലല്ലോ. ആരാണത്? ഞാൻ ചുറ്റും നോക്കി. വെളിച്ചമല്ലാതെ ഒന്നും കാണുന്നില്ല. ഞാൻ കാതുകൂർപ്പിച്ച് കാത്തിരുന്നു, ഒരിക്കൽ കൂടി ആ വിളി കേൾക്കുവാൻ, പ്രത്യുത്തരം നൽകുവാൻ. എൻ്റെ ചങ്ക് പെരുമ്പറ കൊട്ടുന്നത് പോലെ മുഴങ്ങിത്തുടങ്ങി. ശ്വാസോച്ഛ്വാസം കൊടുങ്കാറ്റിനേക്കാൾ ശക്തമാണെന്ന് തോന്നി. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. വീണ്ടും അതാ ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഗീതത്തിനും പകരമാകാൻ കഴിയാത്ത ആ മധുര ശബ്ദം ഞാൻ തിരിച്ചറിഞ്ഞു. മകനെ, എൻ്റെ പൊന്നുകുട്ട! ഞാൻ വെയിലേറ്റ വെണ്ണ പോലെ അലിഞ്ഞില്ലാതായി. ഇതാ ഞാൻ എന്ന് പറയണമെന്ന് മനസ്സിൽ തോന്നിയെങ്കിലും അഭൗമമായ ആനന്ദ തിരുതള്ളലിൽ അക്ഷരങ്ങൾ വാക്കുകളാകാൻ മടിച്ച് കണ്ടത്തിൽ എവിടെയോ പോയി ഒളിച്ചു. ഇതിനെയാണോ ദൈവമേ ദൈവാനുഭവം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ മുനിമാർ പറയുന്ന സത്യദർശനം? ഇനി ഇതൊന്നുമല്ലെങ്കിൽ ഞാൻ സ്വർഗത്തിലെത്തിയതാണോ? വിവരിക്കുവാനാവാത്ത ഏതോ ആത്മീയ ലഹരിയിൽ ഞാൻ ആണ്ടുപോയി. ഈ കള്ളുകൂടിയന്മാരുടെ മണ്ടത്തരം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത്തിരി അനുഭൂതി സ്വന്തമാക്കുവാൻ കയ്യിലെ കാശും ആരോഗ്യവും വൃഥ അവർ നഷ്ടപ്പെടുത്തുകയല്ലേ. എനിക്കിതാ കാശൊന്നും മുടക്കാതെ. സ്ഥലകാല ബോധം വന്നപ്പോൾ ആ ശബ്ദത്തിനുടമയെ ഞാൻ വീണ്ടും തിരഞ്ഞു. അവിടെ പ്രകാശമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അസ്വസ്ഥത മനസ്സിലാക്കിയിട്ടായിരിക്കാം അവിടുന്ന് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. അപ്പോൾ ഞാൻ ഓർത്തു, മോശം ഉൾപ്പടർപ്പിൽ അഗ്നിയുടെ രൂപത്തിലാണല്ലോ ദൈവത്തെ മുഖാമുഖം കണ്ടുമുട്ടിയത്. ജിജ്ഞാസ കൊണ്ട് ഞാൻ വീണ്ടും ചോദിച്ചു, അപ്പോൾ ഈ ശബ്ദത്തിൻ്റെ ഉറവിടം? ഞാൻ വചനമാണ്. കൊച്ചുകുട്ടിയെപ്പോലെ ഞാൻ വീണ്ടും ചോദിച്ചു, അപ്പോൾ ഇനിയും അങ്ങ് എന്തൊക്കെയാണ്? ചെറു മന്ദഹാസത്തോടെ അവിടുന്ന് പറഞ്ഞു, നീ എന്തിനോടൊക്കെ ചേർത്ത് ആകുന്നു എന്ന് പറയുന്നുവോ അതൊക്കെ ഞാനാകുന്നു. ശരിയാണല്ലോ, ദൈവം സ്നേഹമാകുന്നു എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. സത്യം, കരുണ, ജീവൻ, ആനന്ദം, പരമാത്മാവ്, ബ്രഹ്മം എല്ലാം അങ്ങാകുന്നു എന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ സാരം? ചെറുപ്പത്തിൽ ആരോ പഠിപ്പിച്ചൊരു പാട്ട് എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. ദൈവമെൻ്റെ മുന്നിലുണ്ട്, ദൈവമെൻ്റെ പിന്നിലുണ്ട്, ദൈവമെൻ്റെ മുകളിലുണ്ട്, ദൈവമെൻ്റെ ചുറ്റുമുണ്ട്. നമ്മൾ കാണുന്ന ഏതെങ്കിലും വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ രൂപത്തിലിരുന്നാൽ അവിടത്തേക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു വശത്ത് നിൽക്കാനല്ലേ കഴിയൂ. എനിക്ക് ചുറ്റും നിൽക്കുവാൻ കഴിയണമെങ്കിൽ വായു പോലെയുള്ള ശരീരമായിരിക്കണം. അതിനെയല്ലേ സർവ്വവ്യാപി എന്ന് പറയുന്നത്. വായുവില്ലാത്ത സ്ഥലവും ലോകത്തുള്ളതിനാൽ ദൈവം വായുവുമല്ല. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതിനാൽ കൃത്യമായ രൂപവും കാണുവാനിടയില്ല. അങ്ങ് ആഗ്രഹിച്ചാൽ ഏതെങ്കിലും ഒരു രൂപം സ്വീകരിക്കുവാൻ അതൊരു തടസ്സമാവുകയുമില്ലായിരിക്കും. ഈ ആശയം വരച്ചു കാണിക്കുവാനായിരിക്കും പണ്ടുള്ളവർ അനേകം കൈകളും തലകളും ഒക്കെയുള്ള രൂപങ്ങൾ ഉണ്ടാക്കിയത്. ആർക്കും ആരുടെയും ഉള്ളിൽ ഉള്ള ആശയങ്ങൾ മുഴുവനുമായി അവതരിപ്പിക്കുവാനാവുകയില്ലല്ലോ.
കടലിലെ മഞ്ഞുമലയുടെ പുറമേ കാണുന്ന ഭാഗം മാത്രം കണ്ട് അപകടത്തിൽപ്പെട്ട എത്രയോ പേരുണ്ട്. പുറം കാഴ്ചകൾക്ക് പിന്നിലെ രഹസ്യം അറിയുവാനായിരിക്കണം ക്രിസ്തു തൻ്റെ ജീവിതകാലത്ത് പലവട്ടം വിളിച്ചു പറഞ്ഞത്, അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തുമെന്ന്. എൻ്റെ ദൈവമേ, എല്ലാ രഹസ്യങ്ങളും വിരൽത്തുമ്പിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്നെ കണ്ടെത്തുവാനുള്ള ഒരു തീക്ഷ്ണത എന്നിൽ ജ്വലിപ്പിക്കണമേ. നീയാകുന്ന മഞ്ഞുമലയുടെ ആഴവും പരപ്പും തിരിച്ചറിയുവാൻ എന്നെ സഹായിക്കണമേ. നമുക്ക് ഇനിയും കാണാം.